പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. അത്താണിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ 6 ടൺ ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പുതിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും തിങ്കളാഴ്ച നടന്നു. വ്യവസായ മന്ത്രി പി രാജീവ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ അത്താണിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ പുതിയ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പുതിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എവിടെയാണ് നമ്മുടെ കോസ്റ്റ് കൂടുന്നത്? അത് തൊഴിലാളി ശമ്പളം ആകണമെന്നില്ല, ശമ്പളം കുറയ്ക്കാൻ കഴിയില്ല, പക്ഷെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും. പല മേഖലയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും. ഇപ്പോൾ ഷിപ്പ് യാർഡിൽ നോക്കി, ഇവിടെ നല്ല നിങ്ങൾ അധ്വാനിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇന്നേ വർഷം നോക്കി അധ്വാനത്തിൻ്റെ ഭാരം കുറഞ്ഞു. പുതിയ സംവിധാനം വരുമ്പോൾ കൈ വയ്ക്കുമ്പോഴേക്കും നല്ല ഫലത്തിലാണ് സംഗതി വന്ന് ഇടിക്കുന്നത്. ചെറുതായിട്ട് തൊട്ടാൽ മതി, നല്ല ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പക്ഷെ നല്ല ചൂടിലാണ് നിങ്ങൾ പലരും വർക്ക് ചെയ്യുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നേരത്തെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഞാൻ നേരത്തെ അവിടെ യൂണിയൻ നേതാവാക്കിയായിരുന്നു. അവിടെ ഫിറ്ററിൻ്റെ ജോലിയും വെൽഡർ ജോലി ചെയ്തു. ഇപ്പോൾ ഫിറ്ററും വെൽഡറും കൂടി ഒരാളാണ്. അതിനിപ്പോൾ നമ്മൾ അസാപ്പ് ഷിപ്പ് യാർഡുമായി ചേർന്ന് കോഴ്സ് നടത്തുന്നുണ്ട്. ഫിറ്റർ കഴിഞ്ഞാൽ വെൽഡർ പഠിപ്പിക്കും, വെൽഡിങ് കഴിഞ്ഞാൽ ഫിറ്ററായിട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ നേരെ ഷിപ്പ് യാർഡ് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഏത് രൂപത്തിൽ നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവായി നിൽക്കാൻ കഴിയും. കേരളം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പൊതുമേഖല സംരക്ഷിക്കുന്ന ഏക സംസ്ഥാനം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തൊഴിലാളി യൂണിയനുകളും പൊതുമേഖലകളോട് സഹകരിക്കുന്നുണ്ട്. പൊതുവേ നേരത്തെ മന്ത്രിയുടെ അടുത്ത് വന്നിട്ടാണ് എല്ലാ കരാറും ഒപ്പുവയ്ക്കുക. ഞാൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ മന്ത്രിയാകുന്നതിന് 2 കൊല്ലം മുമ്പ് ഒപ്പുവെച്ച കരാറ് ഞാൻ മന്ത്രിയായിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അംഗീകാരം കിട്ടി. അതാണ് നമ്മുടെ ഫിനാൻസിൽ പോയി കറങ്ങി തിരിച്ച് ഇൻഡസ്ട്രി വന്ന് ഇപ്പോൾ അത് നമ്മൾ മാറ്റി പരമാവധി വേഗതയിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ ഏകദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാതിടങ്ങളിൽ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നുണ്ട്. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുമേഖലയിലെ നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയാക്കിയതോടെ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമായി. നിലവിൽ 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആകെ വിറ്റുവരവ് 5000 കോടി രൂപയാണ്. കൂടാതെ 23 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം കുറയ്ക്കുവാനും സാധിച്ചുവെന്നും വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം കേരളത്തിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ് MD കമാൻഡർ പി സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഹാമറിന്റെ നിർമ്മാതാവായ ചൈനീസ് കമ്പനി അന്യാങ്ങിന്റെ ഇന്ത്യൻ പാർട്ണർ വാൽമെറ്റ് എഞ്ചിനീയേഴ്സ് MD സുബ്രഹ്മണ്യത്തെ ചടങ്ങിൽ ആദരിച്ചു. 12 കോടി രൂപ മുതൽ മുടക്കിയാണ് പുതിയ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമർ നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ 750 കിലോഗ്രാം വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് SFIL-ൽ പുതിയ ഹൈഡ്രോളിക് ഫോർജിംഗ് ഹാമർ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. പുതിയ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 3000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കമ്പനിക്ക് സാധ്യമാകും. 7700 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് നിർമ്മിക്കുന്നത്. 2.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഓഫീസ് നിർമ്മാണം 2026 ഫെബ്രുവരിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. SIFL ചെയർമാൻ ഷെരീഫ് മരക്കാർ, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, SIFL ഡയറക്ടർമാരായ മേരി തോമസ്, ഷാജി സേനാധിപൻ, ജനറൽ മാനേജർ PK മൻസൂർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ, മുൻ MLA MK കണ്ണൻ, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. VCB ന്യൂസ്, അത്താണി. You are watching VCV News.